നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ എതിരാളികളെ ആശയത്തിലൂടെ പരാജയപ്പെടുത്തേണ്ടതിന് പകരം ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തുന്നതിന് CPM-നെ പോലൊരു പുരോഗമന പ്രസ്ഥാനത്തിന് ചേരുന്ന ഒരു നടപടിയല്ല. ദൗർഭാഗ്യവശാൽ പല നേതാക്കളുടെയും അറിവും ഒത്താശയും ഉള്ളത് കൊണ്ടാണ് ഇവയെല്ലാം നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നടപടിയെടുക്കാൻ പാർട്ടിക്കാരോ മറ്റുള്ളവരോ തയ്യാറാകാറില്ല. ജീവഭയം കൊണ്ട് മാത്രമാണ് പോലീസും സാധാരണ ജനങ്ങളും പ്രതികരിക്കാതെയിരിക്കുന്നത്. 2 കൊല്ലം മുൻപ് കണ്ണൂർ നഗരത്തിൽ പട്ടാപ്പകൽ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബേറിൽ ഒരു DYFI-കാരൻ കൊല്ലപ്പെട്ടിരുന്നു. 2020 സെപ്റ്റംബർ മാസം തലശ്ശേരി പന്ന്യത്ത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായ യുവാവിന്റെ 2 കൈകളും നഷ്ടപ്പെട്ട സംഭവം ഞെട്ടലോടെയാണ് അന്ന് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത്, അല്ലെങ്കിൽ അത് കേട്ടത്. CPM-ന്റെ ശക്തി കേന്ദ്രമാണിവിടം. ഇതേ കൊല്ലം തിരുവനന്തപുരം കേശവദാസപുരത്ത് ബോംബ് നിർമ്മാണത്തിനിടെ 2 DYFI-കാർക്ക് പരിക്കേറ്റിരുന്നു. ഭരണത്തിന്റെ മറവിൽ CPM നടത്തുന്ന അക്രമങ്ങളും കണ്ണൂരിൽ നടക്കുന്ന ബോംബ് നിർമ്മാണത്തെക്കുറിച്ചും അന്വേഷണം നടത്താൻ CPM തയ്യാറാകില്ല. കോൺഗ്രസ് അധികാരത്തിലേറിയാലും ഇതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന സ്ഫോടനത്തിലും മറ്റ് അക്രമങ്ങളിലും പരിക്കേറ്റവരെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ് പതിവ്. പോലീസുകാരെല്ലാം എല്ലാത്തിനും കണ്ണടയ്ക്കും. ഇനി എന്തെങ്കിലും പോലീസുകാരൻ നടപടി എടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അയാളുടെ കാര്യം തീരുമാനവുമാകും. കണ്ണൂരിലെ CPM കേന്ദ്രങ്ങളിൽ വ്യാപകമായി ബോംബ് നിർമ്മിക്കുകയും പലയിടങ്ങളിലായി അവ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് മുൻപും ഇപ്പോഴും അറിയാവുന്ന കാര്യം തന്നെയാണ്. രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാനും ആക്രമിക്കാനും ബോംബ് ഉൾപ്പെടെയുള്ള എല്ലാ മാരകായുധങ്ങളും CPM നിർമ്മിക്കുകയും അവ പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് കോൺഗ്രസും BJP-യും ആരോപിക്കുന്നത്. പാർട്ടി സ്റ്റഡി ക്ലാസ് പോലെ ബോംബ് നിർമ്മാണത്തിന് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളും. കാരണം മറ്റൊന്നുമല്ല, പരിശീലനമില്ലാതെ സ്റ്റീൽ ബോംബ് നിർമ്മിക്കാനാവില്ല. ബോംബും ആയുധങ്ങളും നിർമ്മിക്കുന്ന സഹാക്കൾ അവ ഉപയോഗിക്കാൻ കൊലയാളി സംഘങ്ങളെയും വാടക ഗുണ്ടകളെയും ഏർപ്പെടുത്തുക ആണ് പതിവ്. അവർക്ക് പണം നൽകും, പാർട്ടി കേസും നടത്തും. ഇതിനായി പ്രത്യേക ഫണ്ട് തന്നെ ഉണ്ട് എന്നാണ് കേട്ടുകേൾവി. സുധാകരനെ പോലെയുള്ളവർ ആരോപിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഇവർക്കിടയിൽ ജീവൻ പണയം വെച്ചാണ് മറ്റു രാഷ്ട്രീയ കക്ഷികൾ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. 2015 ബോംബ് നിർമ്മാണത്തിനിടെ ഷൈജു, സുബീഷ് എന്നീ യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. പാർട്ടിയുമായി അവർക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നാണ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഷൈജുവും സുബീഷിനും രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചിരിക്കുകയാണ് CPM. ഈ മാസം 22-ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്മാരകം ഉദ്ഘാടനം ചെയ്യും. ബോംബ് നിർമ്മാണം ക്രിമിനൽ കുറ്റം മാത്രമല്ല, ദേശവിരുദ്ധ പ്രവർത്തനം കൂടിയാണ്. അതിന് CPM കൂട്ടുനിൽക്കുന്നു എന്നാണ് പുതിയ സ്മാരക നിർമ്മാണം വിരൽ ചൂണ്ടുന്നതും. പാർട്ടിക്ക് വേണ്ടി ബോംബ് നിർമ്മിക്കുകയും അതിനിടെ മരിക്കുകയും ചെയ്ത അതുകൊണ്ടാണല്ലോ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നതുപോലെ ഒരു സ്മാരകം അങ്ങ് ഉയർത്തുന്നത്. 2024-ലും ഇത്തരം കടന്ന സമ്പ്രദായങ്ങളൊക്കെ കണ്ടതാണ് നമ്മൾ. അതുകൊണ്ട് നടക്കാൻ CPM-നില്ലാതെ മറ്റാർക്കും കഴിയത്തുമില്ല. വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത, ജോലിയും കൂലിയും ഇല്ലാത്ത യുവാക്കളെ വഴിതെറ്റിക്കുകയും അവരെ പാർട്ടിയുടെ അക്രമങ്ങൾക്കും ബോംബ് നിർമ്മാണത്തിനും ഉപയോഗിക്കുകയും ചെയ്യുന്നു. തൊഴിലാളി വർഗത്തിനെതിരെയുള്ള ചൂഷണത്തിനെതിരെ പോരാടുന്ന പാർട്ടി ഒരു കൂട്ടം യുവാക്കളെ വഴിതെറ്റിക്കുന്നു. നാടിനും വീടിനും യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത ഇവരിൽ പലരും ചാവേറായി മരിക്കുകയാണ് പതിവ്. അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിനകത്ത് കഴിയും. പക്ഷെ ഇതിനെ ആരും ഫാസിസമാണെന്ന് പറയില്ല. കാരണം ചെയ്യുന്നത് പാർട്ടിയാണല്ലോ. ക്രമസമാധാനം തകർക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ കൊല്ലപ്പെട്ട ശേഷം അവരെ രക്തസാക്ഷികളായി വാഴ്ത്തുകയും സ്മാരകം പണിത് മഹത്വൽക്കരിക്കുകയും ചെയ്യുന്നത് CPM-ലെ ജീർണതയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു.